إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തി പാലിക്കണമെന്ന് സ്വന്തത്തിൽ ബാധ്യത ഉള്ളതുപോലെ ഓരോരുത്തരെയും ഉറക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം അനുസരിക്കുന്ന മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും പുറത്തുവന്ന് അള്ളാഹു നമ്മെ ഏവരെയും അവന്റെ മഹത്തായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആശകളും വ്യത്യസ്തമായിരിക്കും. കല്യാണപ്രായമെത്തി വിവാഹമാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഇണയെ കിട്ടണം എന്ന ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാകും. അതിനുവേണ്ടി നന്നായി അധ്വാനിക്കുന്ന, ജോലി നോക്കുന്ന, മറ്റ് സൗകര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. കുറെ മക്കളൊക്കെയായി, അല്പം പ്രായമായി, ഇനി കുടുംബസമേതം സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരു നല്ല വീട് വേണമെന്ന് ആ വീട് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവരുടെ ഓരോ ദിവസവും ഒരുക്കങ്ങളും അതിനുവേണ്ടിയായിരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ, ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം നല്ല മുറാദുകൾ, നല്ല ആഗ്രഹങ്ങൾ അത് സഫലീകരിച്ച് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആഗ്രഹം, അത് സ്വർഗം ആക്കി തീർക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. സ്വർഗം കൊതിക്കാറുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ലോക ജീവിതം എന്നുള്ളത് വളരെ ക്ഷണികമാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബ്ഈൻ, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്നത് എന്നിട്ട് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുപ്പ് നടത്തുന്നവൻ, ഒരുങ്ങുന്നവൻ, അവനാണ് ഏറ്റവും ബുദ്ധിമാൻ. ഉലൈക്കൽ അഖിയാസ്, ഉലൈക്കൽ അഖിയാസ്, ഉലൈക്കൽ അഖിയാസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞു, അവൻ തന്നെയാണ് ബുദ്ധിമാൻ. കുറഞ്ഞ കാലത്തേക്ക് വേണ്ടി മാത്രം കൂടുതൽ പണിയെടുക്കുന്നവൻ, സമയം മാറ്റി വെക്കുന്നവൻ, അവന് വിഡ്ഢിയാണ്. കുറെ കാലം ജീവിക്കാനുള്ള സമയത്തിന് വേണ്ടി, ആ കാലത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം മാറ്റിവെക്കുന്നവൻ മാത്രമാണ് ബുദ്ധിമാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, നമ്മളെല്ലാവരും കണ്ടുമുട്ടേണ്ട ഒരു സത്യമാണ് എന്നുണ്ടെങ്കിൽ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതവും ഒരു സത്യമാണ്. അത് സത്യമാണ് എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ദിവസം ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മരണത്തിന് ശേഷമുള്ള ജീവിതം അത് ഒരിക്കലും ഇല്ലാത്തതാണ് എന്ന്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നമ്മളൊരാളും ഇവിടേക്ക് വന്നിരിക്കില്ല. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്ന്, നമ്മുടെ ജോലിയുടെ വളരെ പ്രധാനപ്പെട്ട സമയത്തിനിടയിൽ നിന്നാണ് നമ്മൾ പല ആളുകളും ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് പരലോകത്ത് ജീവിതത്തെ കുറിച്ച് ഒരു ബോധ്യം അത് ഉണ്ട് എന്ന ഒരു വിശ്വാസമുള്ളത് കൊണ്ട്. സുഹൃത്തുക്കളെ, ആ പരലോകം യാഥാർത്ഥ്യമാണ് എങ്കിൽ, ആ പരലോകത്തേക്ക് ഒരു മനുഷ്യന് ലഭിക്കാനുള്ളത് 2 ലോകമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകമാണ്. ഇതിൽ ഏതാണ് തനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. എനിക്ക് സ്വർഗം വേണോ, ഞാൻ പണിയെടുക്കണം. എനിക്ക് നരകം വേണോ, ഞാൻ അതിനുള്ള പണിയെടുത്താൽ മതി. അതിൽ ഏതാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ അധികാരവും അതിനുള്ള സ്വാതന്ത്ര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ആ മരണത്തിന് ശേഷം പരലോകത്ത് സ്വർഗമെന്ന മഹത്തായ ലോകത്തിന് വേണ്ടി കൊതിക്കാനായിരിക്കണം നമ്മൾക്ക് സാധ്യമാകേണ്ടതും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ സ്വർഗം എന്നുള്ളത് ഏറ്റവും വലിയ സ്വപ്നമായി കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. സുഹൃത്തുക്കളെ, സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങുമ്പോൾ കാണുന്ന കാര്യങ്ങളല്ല സ്വപ്നം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് സ്വർഗമെന്ന് ഒരു തത്വചിന്തകന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉറക്കം കെടുത്തുന്നതായി തീർക്കണം നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ. ആ രൂപത്തിൽ ഊണിലും ഉറക്കിലും ഏത് സമയത്തും സ്വർഗം എന്നത് ഏറ്റവും വലിയ സ്വപ്നമായി കൊണ്ടു നടക്കുവാൻ നമ്മൾക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് സുഹൃത്തുക്കളെ നമ്മൾ ഒന്ന് ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ കൊണ്ടുവരുന്നുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മുഹദ്ദിസുകൾ ആ ഹദീസിനെ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഷർത്ത് അനുസരിച്ചുകൊണ്ടുള്ള സ്വഹീഹായ ഹദീസാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അഅറാബിയുടെ അടുക്കിലേക്ക് എത്തുകയാണ്.
ഒരു ആറാബി, കാട്ടറബിയായ വധവിയായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, ഹാജതുക്, നിന്റെ ആവശ്യം നീ ചോദിച്ചു കൊള്ളുക. എന്താണ് നിന്റെ ആഗ്രഹം? പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നതിന് ആവശ്യം എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ മനുഷ്യൻ അപ്പോൾ പറഞ്ഞ മറുപടി, പ്രവാചകനോട് പറഞ്ഞത്, റസൂലേ, നാഖത്തുൻ ബിറഹ്ലിക വഅനസുൻ യജുറു ലബലക അഹ്ലി. പ്രവാചക, എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് സഞ്ചരിക്കാൻ ഒട്ടകവും എന്റെ കുടുംബത്തിന് കറന്നു കുടിക്കാൻ, പാല് കുടിക്കാൻ മാത്രമുള്ള ഒരു കാലിയുമാണ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടി വന്നുകൊണ്ട് പ്രവാചകൻ ആവശ്യം ചോദിക്കാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നത് തീർത്തും ഭൗതികമായ ആവശ്യമാണ്. തനിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം, തനിക്ക് സഞ്ചരിക്കാനുള്ള ഒട്ടകം, തന്റെ ജോലി കാര്യങ്ങൾ കൃഷിയും മറ്റും നടത്താനുള്ള കാലിയും ഒട്ടകവുമാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന്റെ ചോദ്യം കേട്ടപ്പോൾ തന്റെ കൂടെയുള്ള സഹാബികളോട് പറഞ്ഞു, അജസ ഹാദാ അൻ യകൂന കഅജൂസി ബനി ഇസ്രായീൽ. ഈ മനുഷ്യൻ എന്തൊരു ദുർബലനാണ്, ഇവൻ പരാജയപ്പെട്ടിരിക്കുന്നു, ഇവൻ ദൗർബല്യത്തിലാണ്. ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചുകൂടാ, എന്തുകൊണ്ട് ഈ മനുഷ്യൻ അങ്ങനെ ആയിക്കൂടാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ഒരു സങ്കടം ബോധിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, മാ അജൂസു ബനി ഇസ്രായീൽ യാ റസൂലല്ലാഹ്, ബനു ഇസ്രായീലിലെ ആ കിഴവിയായ സ്ത്രീയുടെ പ്രത്യേകത എന്താണ് പ്രവാചക? സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ പ്രവാചകന്റെ സഹാബികൾക്ക് ഒരു ചരിത്ര സംഭവം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബനു ഇസ്രായീലിൽ നിന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെയും കൊണ്ട് യാത്ര പുറപ്പെട്ട സന്ദർഭം, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോവുകയാണ്. പക്ഷേ ഹിജറ പോകുന്ന വേളയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും സമൂഹത്തിനും പ്രവാചകന്റെ കൂടെയുള്ള ബനു ഇസ്രായേലിയർക്ക് അവർക്ക് എങ്ങനെയും വഴി തെളിയുന്നില്ല. അവർ രാത്രിയിലാണ് സഞ്ചരിക്കുന്നത്. അവർക്ക് മുന്നോട്ട് പോകേണ്ട മാർഗം അവർക്ക് എങ്ങനെയും വ്യക്തമാകുന്നില്ല. ഒരുപാട് സഞ്ചരിച്ചിട്ടും മാർഗം വ്യക്തമാകുന്നില്ല. ആ സന്ദർഭത്തിൽ ബനു ഇസ്രായേലിലെ ഉലമാക്കളിൽപ്പെട്ട മൂസാ നബിയോടൊപ്പമുള്ള ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരായ ചില ആളുകൾ പറഞ്ഞു, ഇന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഹീന ഹദറഹുൽ മൗത്ത് അഖദ അലൈനാ മൗസിഖൻ മിനല്ലാഹി അല്ലാ നഖ്റുജ മിൻ മിസ്റ ഹത്താ നൻഖുല ഇളാമഹു മിന്നാ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താകുന്ന സന്ദർഭത്തിൽ മൂസാ നബിയേക്കാൾ മുമ്പ് മരണപ്പെട്ടു പോയ ബനു ഇസ്രായേലിൽപ്പെട്ട പ്രവാചകനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്കറിയാം, മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന് പറയാറുള്ളത്. ആ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മകനായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുമ്പോൾ ബനു ഇസ്രായേലിലായ നമ്മളോട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മിസ്ർ എന്ന് പറയുന്ന ഈ നാട്, ഈജിപ്ത് വിട്ട് നിങ്ങൾ പോകുന്നുവെങ്കിൽ എന്റെ ഭൗതിക ശരീരവുമായി കൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളോട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബനു ഇസ്രായേലിയർ മുഴുവനും മിസ്റിൽ നിന്ന് യാത്ര പോകുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൗതിക ശരീരവും കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് മൂസാ നബിയെ പറഞ്ഞു പഠിപ്പിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതെവിടെയുണ്ട്, ആർക്കാണത് അറിയുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രായം ചെന്ന ഒരു കിഴവിയായ അജൂസത്തിനല്ലാതെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് നമുക്കറിയില്ല എന്ന്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീയും തെരഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറുള്ളത് എന്ന് ചോദിക്കുന്നു. ആ സ്ത്രീ അപ്പോൾ മൂസാ നബിയോട് പറഞ്ഞ മറുപടി, ലാ വല്ലാഹി ഹത്താ തുഅതിയനി ഹുക്മി, എന്റെ ആഗ്രഹം സഫലീകരിച്ച് നൽകുന്നത് വരെ, എന്റെ ആഗ്രഹം പൂർത്തീകരിച്ച് നൽകുന്നത് വരെ ഞാൻ താങ്കളോടത് പറയില്ല എന്ന്. ഒരു പ്രവാചകൻ തന്റെ മുമ്പിലേക്ക് ഒരാവശ്യം വന്ന് ചോദിച്ചിട്ട് എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചാലല്ലാതെ, അത് ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടിയാലല്ലാതെ ഞാൻ താങ്കൾക്ക് പറഞ്ഞു നൽകില്ല എന്ന് പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, വമാ ഹുക്മുകി, നിന്റെ ആഗ്രഹം എന്താണ് പെണ്ണെ എന്ന് ചോദിച്ചപ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ ആ കിഴവിയായ പ്രായം ചെന്ന ആ സഹോദരി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞ മറുപടി അത് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ പഠിപ്പിക്കുന്നത്. എന്തായിരുന്നു ആ പ്രായം ചെന്ന സ്ത്രീയുടെ മറുപടി എന്നറിയാമോ? ആ പെണ്ണ് പറഞ്ഞത്, ഹുക്മി അൻ അകൂന മഅക ഫിൽ ജന്ന,
ഹുക്മി അൻ അകൂന മഅക ഫിൽ ജന്ന, എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മൂസാ അലൈഹിസ്സലാം പറയുന്ന നബിയെ, പ്രവാചക, താങ്കളുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നത് മാത്രമാണ് എന്റെ ആഗ്രഹം. എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം. ആ ആഗ്രഹം എനിക്ക് സബലീകരിക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ താങ്കൾക്ക് പറഞ്ഞു നൽകാമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകെ ബേജാറായി. കാരണം സ്വർഗം ഒരാൾക്ക് നൽകുക എന്നുള്ളത് മൂസാ നബിയുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല. ഇന്ന വ്യക്തി സ്വർഗത്തിലാണ്, ഇന്ന വ്യക്തി നരകത്തിലാണ് എന്ന് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കെന്നല്ല, ഒരു പ്രവാചകനും സാധ്യമാകുന്ന കാര്യമല്ല. ആളുകളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന പണി അത് ലോകത്തൊരാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടില്ല. എന്റെ കൂടെ നടന്നാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന്, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന്, നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവരെന്ന് ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല, ഒരു മഹാനും പറയാൻ സാധ്യമാവുകയില്ല. കാരണം സ്വർഗം എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ആരൊക്കെയാണ് സ്വർഗത്തിൽ എന്നുള്ളത് റബ്ബിന്റെ മാത്രം അധീനതയിൽപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബിക്ക് മറുപടി പറയാൻ കഴിയാതായി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ചു, അവരുടെ ആഗ്രഹം സബലീകരിക്കുമെന്ന് അറിയിച്ചു കൊള്ളുക എന്ന്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കാര്യം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ പെണ്ണ് യൂസുഫ് നബിയുടെ ഖബർ എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തു. ഒരു ചെറിയ തടാകം കാണിച്ചു. ആ തടാകത്തിലെ വെള്ളം പറ്റിക്കാൻ പറഞ്ഞു. അവിടെ ഒരു സ്ഥലത്ത് കുഴിക്കാൻ പറഞ്ഞു. അവിടെ കുഴിച്ചപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭൗതിക ശരീരം ഖബർ ലഭിക്കുകയും അതുമായി കൊണ്ട് യാത്ര പോയപ്പോൾ പ്രകാശപൂരിതമായ രൂപത്തിൽ അവർക്ക് രാത്രി വഴിതെളിഞ്ഞുവെന്ന് ഹദീസിൽ കാണുവാൻ സാധ്യമാകും. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സന്ദർഭം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിച്ചത് നമ്മളുടെ ആഗ്രഹം ഈ കിഴവിയെ പോലെ സ്വർഗമായി തീരണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹമാക്കാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുവാൻ സാധ്യമാകും. പിന്നെ നമ്മൾക്ക് ആ സ്വർഗം തടസ്സമാകുന്ന ഒരു കാര്യവും നമുക്കൊരു പ്രയാസമായി തീരുകയില്ല. സ്വർഗത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളെ മാറ്റിവെക്കുവാൻ നമ്മൾക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും പുൽകുവാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നമ്മൾ ആലോചിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ആ സ്വർഗം സ്വപ്നം കണ്ടവരും ആ സ്വർഗം ആഗ്രഹിച്ചവരും അതിനു വേണ്ടി ഓരോ നിമിഷവും മാറ്റിവെച്ചവരുമായിരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം എന്നുള്ളത് ഒരു വലിയ കാര്യമായി കൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജുമാ നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ പോലും എല്ലാ വെള്ളിയാഴ്ചയും അല്ല, ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച മാത്രം നമുക്ക് ലഭിക്കുന്ന ഖുതുബകൾ, 2 ഖുതുബകൾ നമസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ. ജുമഅക്ക് വേണ്ടി ഖത്തീബ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകൾ, ആ പള്ളിയിൽ വന്ന ആളുകളുടെ പേരെഴുതി വെച്ച മലക്കിന്റെ രേഖയിൽ ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് കേട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ സുഹൃത്തുക്കളെ, എല്ലാ വെള്ളിയാഴ്ചയും തന്റെ എല്ലാ തിരക്കും മാറ്റിവെച്ചുകൊണ്ട് ജുമഅ തുടങ്ങും പള്ളിയിലേക്ക് എത്തുവാൻ നമ്മൾക്ക് കൃത്യമായി സാധിക്കാറുണ്ടോ? ഇല്ല എങ്കിൽ കാരണം എന്താണ് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ സ്വർഗമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ച് നമ്മൾ അവിടേക്ക് എത്തും. 5 നേരത്തെ വെളിയാടം പള്ളിയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ തലശ്ശേരിയിൽ പരിസര ഭാഗത്തുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. സുഹൃത്തുക്കളെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ചുറ്റുവട്ടത്ത് എത്ര പള്ളികളുണ്ട്? ഈ ടൗണിൽ തന്നെ വെറും ഒരു പള്ളി മാത്രമല്ല, ധാരാളം പള്ളികളുണ്ട്. പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ ജമാഅത്തിന്റെ പള്ളിയിലേക്ക് എത്തുവാൻ നമുക്കുണ്ടാകുന്ന തടസ്സം എന്താണ്? ഒന്ന് ആലോചിക്കുക സുഹൃത്തുക്കളെ. അവിടേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ ഭൗതികമായ തടസ്സങ്ങൾ, കടയിലെ തിരക്ക്, മറ്റു പല കാരണങ്ങൾ, പള്ളികളിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ സ്വർഗം സ്വപ്നമാക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണു കാണാത്ത സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തിന് ഇളവില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിളവാണുള്ളത്? പ്രവാചകനോട് മനുഷ്യൻ ചോദിച്ചല്ലോ, റസൂലേ, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുവാൻ റസൂലേ എനിക്കൊരു വഴികാട്ടിയില്ല. എനിക്ക് പള്ളിയിലേക്കുള്ള വഴി തടസ്സമുള്ളതാണ്. എനിക്ക് കണ്ണ് കാണില്ല. പ്രവാചകൻ അറിയാം. എന്താണ് പ്രവാചക ഞാൻ ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ പള്ളിയിലേക്ക് എത്തേണ്ടതില്ല.
കാരണം പ്രയാസമുണ്ട്, ഒറ്റക്ക് വരാൻ കഴിയില്ല, കൂടെ കൂട്ടാൻ ആളുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു നടന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് ആ വ്യക്തിയെ വിളിച്ച്, യാ അബ്ദുല്ലാ അതസ്മഉ നിദാ, അബ്ദുള്ള നീ ബാങ്ക് കേൾക്കാറുണ്ടോ? പള്ളിയിൽ നിന്ന് ബിലാൽ വിളിക്കുന്ന ബാങ്ക് നീ കേൾക്കലുണ്ടോ? റസൂലെ കേൾക്കാറുണ്ട്. എങ്കിൽ ഫഅജിബ്, നീ ഉത്തരം ചെയ്യണം. ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനുത്തരം ചെയ്യുക എന്നുള്ളത്, അഥവാ നീ ഒരു പുരുഷനാണ്, നീ ഒരു ആണാണ്, പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് ജമാഅത്തായി നമസ്കാരം നിർബന്ധമാണ്. അവർക്ക് ഒറ്റക്കല്ല നമസ്കരിക്കേണ്ടത്. ശറഈയായ മതപരമായ അങ്ങേറ്റത്തെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാതെ ജമാഅത്ത് മാറ്റി വെക്കാൻ ഒരു പുരുഷൻ ഇളവില്ല. നീ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നീ പള്ളിയിൽ എത്തണം അബ്ദുള്ള, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ സഹാബി കണ്ണു കാണാൻ സഹാബി ഏറ്റെടുത്തു. സുഹൃത്തുക്കളെ, ചരിത്രത്തിൽ പിന്നീട് നമ്മൾ എന്താണ് കാണുന്നത്? ആ കണ്ണു കാണാത്ത സഹാബിയാണ് പിന്നീട് പ്രവാചകന്റെ പള്ളിയിലെ മുഅദ്ദിനായത്. ആളുകളെ പള്ളിയിലേക്ക് വിളിക്കുന്ന ബാങ്കുകാരനായത് ആ സഹാബിയായിരുന്നു. സുഹൃത്തുക്കളെ, കണ്ണു കാണാത്ത മനുഷ്യന്റെ ജമാഅത്തിനിടവില്ല എങ്കിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള, എല്ലാ ആരോഗ്യവുമുള്ള നമുക്ക് എന്ത് തടസ്സമാണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ നിർബന്ധമാക്കിയ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ നമ്മുടെ തിരക്കുകളെ മാറ്റിവെക്കാൻ സന്നദ്ധമാകുന്നില്ല എങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ സ്വപ്നം കാണുന്നുണ്ടോ സ്വർഗം എന്നത് നമ്മൾ ആലോചിക്കണം. സ്വർഗം നമ്മുടെ സ്വപ്നമാണെങ്കിൽ നമുക്ക് ഭൗതികമായ തിരക്കുകൾ ഒരു വിഷയമായിരിക്കില്ല. ജമാഅത്ത് നടക്കുന്ന സന്ദർഭത്തിൽ കടയടച്ച പള്ളിയിലേക്ക് പോകുവാൻ കഴിയുന്നുണ്ടോ? അല്ല. കടയിലെ തിരക്ക്, അവിടെയുള്ള കച്ചവടത്തിന്റെ കാര്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജമാഅത്തിന്റെ പള്ളിയിലേക്ക് എത്തുവാൻ നമുക്കും നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും സാധ്യമാകുന്നുണ്ടെന്ന് ആലോചിക്കേണ്ടതുണ്ട്. വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്ന ആളുകളുണ്ട്. ഇവിടെ ജുമഅക്ക് പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ എത്ര ആളുകൾ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ സുബ്ഹി ജമാഅത്തിന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ എത്തിയിട്ടുണ്ട്, ഇന്നലെ എത്തിയിട്ടുണ്ട്, മിനിഞ്ഞാന്ന് എത്തിയിട്ടുണ്ട്. ഓരോ ദിവസങ്ങളിലും നമ്മൾ എങ്ങനെ എത്താറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അതിന് സാധ്യമാകുന്നില്ലെങ്കിൽ മുസ്ലിം സഹോദര, നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്നർത്ഥമാണുള്ളത്. അവരൊക്കെ കിടന്നുറങ്ങിക്കോട്ടെ, എനിക്ക് മാത്രം സ്വർഗം മതി എന്നാണോ അവരുടെ ആഗ്രഹം? അള്ളാഹുവിന്റെ കൽപ്പന, നിങ്ങൾ നിങ്ങളെയും കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കണമെന്നാൽ. സുഹൃത്തുക്കളെ, സ്വപ്നമാണ് നമ്മുടെ സ്വർഗം. സ്വർഗം നമ്മുടെ സ്വപ്നമാണെങ്കിൽ നമുക്ക് ആ പള്ളിയിലേക്ക് എത്തുവാൻ, കുടുംബത്തെ വിളിച്ചുണർത്തുവാൻ സാധ്യമാകും. സഹോദരിമാരെ, നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ അവരെ പള്ളിയിലേക്ക് എത്തിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട്, നിങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ വലിയ പ്രയാസത്തിലായി തീരും. ഓരോന്നും നമ്മൾ ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് സഹാബികൾ എല്ലാം ചെയ്തത്. ബദറിന്റെ രണഭൂമിയിൽ ഉമൈർ ഇബ്നു ഹമ്മാം റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴം കടിച്ചിരിക്കുകയായിരുന്നു. ഈത്തപ്പഴം കഴിക്കുന്നതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, ഈ ബദറിന്റെ രണഭൂമിയിൽ, നമ്മൾ ഇറങ്ങുന്ന ഈ യുദ്ധഭൂമിയിൽ ഞാൻ ഇറങ്ങിയിട്ട് ഷഹീദായാൽ എനിക്ക് എന്താണ് കിട്ടുക? പ്രവാചകന് കൊടുത്ത മറുപടി, ലക്കൽ ജന്ന, നിനക്ക് സ്വർഗം കിട്ടുമെന്നാണ്. നിനക്ക് സ്വർഗം കിട്ടുമെന്നാണ്. ബദറിൽ ഷഹീദായാൽ സ്വർഗം കിട്ടും. എങ്കിൽ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം വലിച്ചെറിഞ്ഞ് ബദറിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങുകയും ബദറിൽ ഷഹീദായ 15 ആളുകളുടെ കൂട്ടത്തിൽ ഉമൈർ ഇബ്നു ഹമ്മാം എന്ന പേര് നമുക്കിന്നും കാണാം. ഉംറക്ക് പോകുന്ന ആളുകൾ, മദീനയിലേക്ക് പോകുന്ന ആളുകൾ ബദറിന്റെ ഭൂമിയിലെത്തിയാൽ ഷഹീദായ ആളുകളുടെ പേര് അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ഉമൈർ ഇബ്നു ഹമ്മാം എന്ന സഹാബിയുടെ പേര്. ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കെ എനിക്ക് ഈ കഴിക്കുന്ന ഈത്തപ്പഴത്തെക്കാൾ ആവശ്യം എനിക്ക് സ്വർഗമാണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുവാൻ സുഹൃത്തുക്കളെ അവർക്ക് സാധ്യമായിട്ടുണ്ട്. കാരണം എന്താണ്? അവരുടെ ആഗ്രഹം, അവരുടെ സ്വപ്നം അത് സ്വർഗമായിരുന്നു. അതിനുവേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുവാൻ അവർ സന്നദ്ധമായിട്ടുണ്ട്. ജീവൻ നൽകണമെന്നൊന്നും നമ്മൾ ആരും ആവശ്യപ്പെടുന്നില്ല, മറിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. സ്വപ്നമാണ് സ്വർഗമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ എന്തും മാറ്റിവെക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ അതിസമ്പന്നരായ ആളുകളും ദരിദ്രരായ ആളുകളും ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന് വേണ്ടി എന്ത് സഹായം ആവശ്യപ്പെട്ടാലും സഹാബികൾ എല്ലാവരും കൈമൈ മറന്നുകൊണ്ട് നൽകിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്താണ് കാരണം? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന ചിന്തയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇരിക്കുന്ന സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമീങ്ങൾ മദീനയിൽ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്.
വളരെ സമൃദ്ധമായി വെള്ളം കിട്ടുന്ന റൂമാ കിണർ. വില കൊടുത്ത് വാങ്ങുന്ന ആളുകൾക്ക് സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ റസൂലേ, ഒരാളോടും പിരിവെടുക്കേണ്ടതില്ല, ഞാൻ വാങ്ങി നൽകാമെന്ന്. അദ്ദേഹത്തിന് ആഗ്രഹം സ്വർഗമായിരുന്നു. അങ്ങനെ സ്വന്തമായി പണം കൊടുത്ത് ആ റൂമാ കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് പൊതു ആവശ്യത്തിന് വേണ്ടി, തന്റെ ആവശ്യത്തിനല്ല, തന്റെ മക്കൾക്ക് വേണ്ടിയല്ല, തന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, എനിക്ക് സ്വർഗം ലഭിക്കാൻ മുസ്ലിം സമൂഹത്തിന് വേണ്ടി ആ സഹാബി ദാനം ചെയ്തു. മദീനയിൽ പള്ളി വിപുലീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ സഹാബി ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതേ രൂപത്തിൽ കാണുവാൻ സാധ്യമാകും. അവരുടെ ആഗ്രഹം സുഹൃത്തുക്കളെ സ്വർഗം മാത്രമായിരുന്നു. അതിനുവേണ്ടി പണിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാനുള്ള അവസരം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ പള്ളി വിപുലീകരിക്കുവാൻ, പള്ളി പരിപാലനത്തിന്, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്പത്ത് നൽകണമെന്ന് നമ്മുടെ മുമ്പിലേക്ക് ആവശ്യമായി വരുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ചിന്ത എന്താണ്? എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങളൊക്കെ കഴിച്ച് ഇതിന് കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ചെറുത് കൊടുത്താൽ മതി എന്നാണോ? റസൂലിന്റെ സഹാബികൾ അവരുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചായിരുന്നു ദീനിന്റെ മാർഗത്തിലേക്ക് നൽകിയത്. അത് നൽകാൻ കഴിഞ്ഞ കാരണം സുഹൃത്തുക്കളെ, അവർക്ക് സ്വർഗം അവരുടെ ആഗ്രഹമായതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ആ സ്വർഗത്തെ സ്വപ്നം കാണുവാൻ, ആ സ്വർഗത്തെ ആഗ്രഹിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിനുവേണ്ടി പണിയെടുക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിന്റെ 133-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസാരിഉ 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 ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള സുദീർഘമായ വിശാലമായ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്, വജന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, സാരിഉ നിങ്ങൾ മത്സരിക്കണമെന്നാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം. വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്, ആ സ്വർഗം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമാണ്. ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും വിശാലമായ സുഖ സൗകര്യങ്ങളുള്ള ഒരു തട്ടിൽ നിന്ന് അടുത്ത തട്ടിലേക്ക് 100 വർഷത്തെ വഴി ദൂരമുള്ള ആകാശഭൂമികൾക്കിടയിലുള്ളതിനേക്കാൾ വലിയ വിശാലതയുള്ള ആ സ്വർഗം മുത്തും പവിഴവും സ്വർഗത്തിന്റെ താഴെയുള്ള കല്ലുകളാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കല്ലുകൾ കൊണ്ട് മതിലുകൾ തീർത്ത ആ സ്വർഗം, സുന്ദരമായ സ്വർഗം, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന, ആഗ്രഹിക്കുന്ന എന്തും ലഭിക്കുന്ന ആ മനോഹരമായ സ്വർഗം, ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗം, അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് സാധ്യമാകുന്നതെല്ലാം മത്സരിച്ചു കൊണ്ട് ചെയ്യണം. പിന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ, സ്വർഗത്തിന്റെ വിഷയത്തിലില്ല, സ്വർഗത്തിന്റെ വിഷയത്തിലില്ല. എനിക്ക് സ്വർഗം കിട്ടുന്ന കാര്യങ്ങൾ മറ്റാരെങ്കിലും ചെയ്യും മുമ്പേ എനിക്കു ചെയ്യണമെന്ന മത്സര ബുദ്ധിയാണ് സ്വർഗത്തിന്റെ വിഷയത്തിലുള്ളത്. അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് ആർക്കാണ് സ്വർഗം ലഭിക്കുന്നത്? തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. ആരാണ് സുഹൃത്തുക്കളെ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച എല്ലാ നന്മകളും ചെയ്യുകയും തിന്മകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുകയും ചെയ്യുന്നവരാണ്. ഹറാമുകൾ അവർ കാണില്ല, ഹറാമുകൾ അവർ കേൾക്കില്ല, ഹറാമുകൾ അവർ ചെയ്യില്ല. അവർ തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കും. പരമാവധി സമയം സ്വർഗത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ അവർക്ക് സാധ്യമാകും. സുഹൃത്തുക്കളെ, നമ്മൾ കടയിൽ ജോലി ചെയ്യുമ്പോൾ, നമ്മുടെ കടയിൽ ആളില്ലാത്ത സമയത്ത്, നമ്മൾ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ഈ ചെലവഴിക്കുന്ന സമയങ്ങൾക്കിടയിൽ എത്ര സമയം നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്? എത്ര സമയം നമ്മൾ ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട്? ഇന്ന് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുവാൻ കൽപ്പിക്കപ്പെട്ട ദിവസമാണ്. നമ്മൾ എത്ര ആളുകൾ അതിനുവേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ട്? തിരക്ക് 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 എന്ന കാരണം മാത്രമാണ് നമ്മൾക്ക് പറയാനുള്ളത്. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ദിവസത്തിൽ അനാവശ്യമായി ചെയ്യുന്നുണ്ട്? ഒരു കണക്കെടുത്ത് നോക്ക്. ഒരു ദിവസം അവസാനിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്നാകെ ഒന്ന് കണക്കെടുത്ത് നോക്ക്. അതിന് എത്ര കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, അതിന് എത്ര കാര്യങ്ങൾ സ്വർഗത്തിൽ അകറ്റുന്ന കാര്യങ്ങളുണ്ടെന്ന് പരിശോധിച്ചാൽ തന്നെ സുഹൃത്തുക്കളെ നമുക്ക് നന്നാകുവാൻ സാധ്യമാകും. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച വസാരിയോ, നിങ്ങൾ മത്സരിക്കണേ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണേ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ആഗ്രഹമായി നമ്മൾ മാറ്റിയെടുക്കുകയും അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുവാനും പണിയെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അത് സ്വർഗമാക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം എന്നുള്ളതാണ് നാം സൂചിപ്പിച്ചത്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നതോടൊപ്പം തന്നെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥിക്കാനുള്ള സന്ദർഭങ്ങളിലെല്ലാം സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം ലഭിക്കുന്ന മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. വലിയ അധ്വാനങ്ങൾ, വമ്പിച്ച അധ്വാനങ്ങളൊന്നും സ്വർഗം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടതില്ല. നിസാരമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് സ്വർഗം ലഭ്യമാകും. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊന്നും സ്വർഗത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. സാധ്യമാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങൾ ഭൂമിയിൽ നമുക്ക് ദുനിയാവിൽ ഏറ്റവും നല്ലത് നമ്മൾക്ക് നേടിയെടുക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ആവർത്തിച്ചതും സഹാബികളോട് ആവർത്തിക്കാൻ പഠിപ്പിച്ചതുമായ പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥനയാണ്. പടച്ചോനെ, എനിക്ക് ഈ ദുനിയാവിൽ നീ ഏറ്റവും നല്ലത് നൽകണം. നല്ല ഭാര്യയെ കിട്ടണം, നല്ല ഭർത്താവിനെ കിട്ടണം, നല്ല മക്കളെ കിട്ടണം, നല്ല സൗകര്യമുള്ള വീട് വേണം, നല്ല സൗകര്യമുള്ള കാറ് വേണം, നല്ല ജോലി വേണം, സമ്പത്ത് വേണം, ഒക്കെ നമുക്ക് ആഗ്രഹിക്കാം. അതിനു വേണ്ടിയൊക്കെ പണിയെടുക്കാം. ഇസ്ലാം ഒരിക്കലും അതിന് തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ സമ്പാദ്യം ഹലാലായാൽ മാത്രം മതി, ഹറാമിലൂടെ സമ്പാദിക്കരുത് എന്ന് മാത്രം. നിങ്ങൾക്ക് എന്തും ആഗ്രഹിക്കാം, അതിനു വേണ്ടി പണിയെടുക്കാം, അതൊക്കെ ചെയ്യണം. എന്നാൽ പരലോകത്തേക്ക് ഏറ്റവും ഹസനത്ത് കിട്ടുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്തില്ലേ സൂറത്തുൽ അഅലയിൽ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, പരലോകമാണ് ഏറ്റവും ഉന്നതമായതും ബാക്കിയാകുന്നതുമെന്ന്. ദുനിയാവിൽ ബൽ തുസിറൂന ഹയാത്തദ് ദുനിയ, പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ദുനിയാവിനാണ് കൂടുതൽ സമയം മാറ്റിവെക്കുന്നത്. സുഹൃത്തുക്കളെ, ദുനിയാവിന് വേണ്ടി എല്ലാ സമയവും മാറ്റിവെക്കുന്ന, പരലോകത്തിന് വേണ്ടി വളരെ കുറഞ്ഞ സമയം കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല സ്വർഗത്തിന് വേണ്ടിയുള്ളത്, മറിച്ച് സമയം കണ്ടെത്തി ചെയ്യേണ്ടതാണ്. നിസാരമായ കാര്യങ്ങൾ ഓരോന്നും ചെയ്താൽ, 5 നേരത്തെ നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കും. ആ 5 നേര നമസ്കാരങ്ങളുടെ കൂടെ മുമ്പും ശേഷവും പഠിപ്പിച്ച റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്വർഗത്തിലൊരു വീട് സ്വന്തമായി ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്തിന്റെ സമയം നമുക്കറിയാം. നമ്മളുടെ ജോലി ചെയ്യുന്ന, നമ്മൾ താമസിക്കുന്ന വീടിന്റെ അടുത്തുള്ള പള്ളിയിലെ ഓരോ ജമാഅത്തിന്റെയും സമയം നമുക്കറിയാം. ആ സമയത്തിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് എത്തിയാൽ നമുക്ക് മുമ്പുള്ള സ്വരം നിർവഹിക്കാൻ സാധ്യമാകും. നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് ഓടുകയാണ് പല ആളുകളും. ജുമഅക്ക് പോലും വന്നാൽ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. നമ്മുടെ മുഴുവൻ പാപങ്ങളും കടലിലെ നുരകളോളം ഉണ്ടെങ്കിലും പുറത്തു നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ട് ചെറിയ ശ്രദ്ധ മാത്രം മതി. പള്ളിയിലേക്ക് എത്തുവാൻ നമ്മൾ നേരത്തെ സമയം കണ്ടെത്തുക. ജുമുഅ നമസ്കാരങ്ങൾക്ക് പോലും നമ്മൾ വൈകിയാണ് എത്തുന്നതെങ്കിൽ, പലപ്പോഴും വളരെ വൈകി നമസ്കാരത്തിന് സമയമാകുമ്പോൾ ജുമുഅ തുടങ്ങിയിട്ടൊക്കെ എത്തുന്നത് മാറ്റിവെച്ച് ഒന്ന് സമയം ക്രമീകരിച്ച് നേരത്തെ പള്ളിയിലേക്ക് എത്താൻ നമ്മൾ സന്നദ്ധമായാൽ സുഹൃത്തുക്കളെ, ആ ആഗ്രഹം കൊണ്ട് പോലും സ്വർഗം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊന്ന് പ്രവാചകനെ പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ 3 വട്ടം തേടണമെന്നും പ്രവാചകൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ 3 വട്ടം ചോദിക്കുക. ഒരു മനുഷ്യൻ സ്വർഗത്തെ 3 വട്ടം ചോദിച്ചാൽ സ്വർഗം എന്ന അള്ളാഹുവിന്റെ സൃഷ്ടി അള്ളാഹുവോട് പറയുമത്രേ, പടച്ച റബ്ബേ, ഇവനെ നീ എന്നിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന്. നമ്മൾ അള്ളാഹുവോട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, പടച്ചോനെ ഞാൻ നിന്നോട് സ്വർഗം തേടുന്നുവെന്ന് പടച്ചവനോട് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, പടച്ച റബ്ബേ ഇവനെ എന്നിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന്. ആ പ്രാർത്ഥന നമ്മൾ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസം നേരെയാക്കി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാൻ നമ്മൾ സന്നദ്ധമാവുക. അങ്ങനെയാണ് എങ്കിൽ ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നൽകുക തീർച്ചയാണ്. അള്ളാഹു നമ്മ ഏവരെയും ആ മഹത്തായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണം റഹ്മാനെ. മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് നിന്റെ മഹത്തായ സ്വർഗ്ഗത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, ഞങ്ങളുടെ കുടുംബക്കാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവേ അവരുടെ എല്ലാം ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളക്കണക്കിന് സഹോദരി സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാം അസുഖങ്ങൾ നീ പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കണമേ. ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ സഹോദരി വലിയൊരു അസുഖവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സയിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ അസുഖം പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരത്തിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് അല്ലാഹുവേ നീ രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണേ. രണ്ട് ലോകത്തും അവരെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ കുളിർമ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അവിടെ എല്ലാം കടങ്ങൾ വീട്ടാൻ എളുപ്പം നീ നൽകി അനുഗ്രഹിക്കണമേ. നല്ല നല്ല ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം നല്ല മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, നരകത്തിന്റെ കത്തിയാളുന്ന വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റല്ല അല്ലാഹ്. സ്വർഗത്തിന്റെ ഉന്നത വിഹായസിൽ നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقول قولي هذا أستغفر الله لي ولكم ولسائر المؤمنين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.